ഹേ ഗായ്സ്, ഗുഡ് മോർണിംഗ്. അപ്പം ഇന്ന് ഒരു നല്ല മഴയുള്ളൊരു ദിവസമാണ്. നല്ല മഴ രാവിലെ പെയ്ത് കഴിഞ്ഞതേ ഉള്ളൂ. ചുമയ്ക്കുന്ന ഞാൻ ഓടാൻ പോയിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ അത്രയും നല്ല മഴയായിരുന്നു. നമുക്ക് എങ്ങനെ നോക്കിയാലും ഓടാൻ പറ്റാത്ത സാഹചര്യം. പിന്നെ ഞാനിപ്പോൾ ഉള്ളത് തറവാട് വീട്ടിലാണ്. അപ്പം വീട്ടിലൊരു അതിഥി വന്നിട്ടുണ്ട്. ആരാന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ലെറ്റ്സ് ഗോ. നമുക്ക് വീട്ടിലേക്ക് പോകാം. ഉള്ളിലിരിക്കുന്നത് പുള്ളിക്കാനത്തേക്ക് പോവാം. അതായത് എൻ്റെ റിലേറ്റീവാണ് ധ്യാൻ ദർശ്. മാഹിന്ന് നാട്ടിലെത്തി. അപ്പം ധ്യാനിപ്പം ഇന്നലെയാണ് നാട്ടിലെത്തി അല്ലേ? ഇന്നുണ്ട് എന്താ പറയാനല്ലേ? എന്താ പറയാനില്ല, എന്താ പറയണ്ട. എന്നാലും എന്നാലോചിച്ച് നോക്കി എന്തെങ്കിലും ഉണ്ടാവുക. ഒന്നുമില്ലേ? ധ്യാനപ്പം 9ാം ക്ലാസ്സിൽ അല്ലേ? ഇനി 9ാം ക്ലാസ്സിലേക്കല്ലേ? ചെക്കൻ ട്യൂഷൻ തുടങ്ങി. ചെക്കൻ എന്നിട്ട് ഇവിടെ വീട്ടിലേക്ക് വന്നിട്ടേ അല്ലേ? ഇനിയെപ്പാ ട്യൂഷൻ? ട്യൂഷനൊന്ന് നാളെ പോവാ? ആടെ പോയിട്ട് ഇപ്പം എണീച്ചല്ലേ? ചായ കുടിക്കുന്നുണ്ട്. എന്നാ ചായക്ക് കിട്ടില്ല? ഇനി 10ാം ക്ലാസ്സിലാവുമ്പോൾ ഞാൻ ട്യൂഷന് പോയി ഒരു ഇതാവും അല്ലേ? കണ്ണൻ വരുന്നുണ്ട് ഇങ്ങോട്ട്. കണ്ണനിവൻ്റെ ഏട്ടൻ. ഇതാണ് കണ്ണൻ്റെ ധ്യാൻ. മൂത്തപ്പൻ രണ്ടാളും കൂടെ വരുന്നുണ്ട്. ആൾക്കാരെയും കാണിച്ചു തരാം. സർപ്രൈസ് അല്ലേ? സർപ്രൈസ്. ഷട്ടിൽ കളിക്കണ്ടേ? ധ്യാൻ ഇവിടെ വന്നിട്ട് ഞാൻ ഷട്ടിൽ കളിക്കാൻ പോയി. എന്നിട്ടിപ്പം ഞാനിപ്പോൾ ഷട്ടിൽ വരാൻ തുടങ്ങി. ഷട്ടിൽ ഭ്രാന്തനാക്കി ഞാൻ തന്നെ. അല്ലെങ്കിൽ ഒരു ഗെയിം കളിക്കേണ്ടതായിരുന്നു. ഞാനങ്ങ് ഷട്ടിലും പഠിപ്പിച്ചു. അപ്പം ഒരേ ഷട്ടിൽ കളി, രാവിലെയും രാത്രി ഉച്ചയ്ക്കും എല്ലാം ഷട്ടിൽ കളി. ഈ രണ്ടാളും കൂടെ വരാണ്ട് അവരെയും ഞാൻ ഷട്ടിലേക്ക് എത്തും. പിന്നെ ഇവിടെ ഒരു ഷട്ടിൽ കോർട്ട് തന്നെ നമ്മൾ പണിയല്ലേ? പണിയല്ലേ ഷട്ടിൽ കോർട്ട്? ബോംബെന്ന് എൻ്റെ കസിൻ ചേച്ചിയും പിള്ളേരും ഒപ്പമൊക്കെ വരുന്നുണ്ട്. അപ്പം അവരുടെ ട്രെയിൻ പൊതുവെ ലേറ്റാണ്. ഒന്നാമത് ഇവിടെ 9 മണിക്ക് എത്തേണ്ട ട്രെയിനാണ്. അപ്പം ഇത്തവണ ഇപ്പം 11 മണി 11:30 ആവും. കോയമ്പത്തൂരിന് വരാമെന്ന് വിചാരിച്ചത്. അപ്പോഴത്തേക്ക് കോയമ്പത്തൂർ വിട്ടില്ലേ? ധ്യാൻ എത്ര മണിക്ക് എണീച്ചേ? കണ്ണം വിളിച്ചിട്ടേ വെറുതെ ഇരിക്കുന്ന അതിനെ അവൻ ഇങ്ങോട്ട് വന്നൂടെ? ഇപ്പം വരൂല? എങ്ങനെയും ഇവന് കളിക്കാനുള്ള ആളായി. വേറെ ഒരുത്തരും കൂടി ഉണ്ട് അതിൽ ചേർത്ത്. അപ്പം 3 ആളായി ടോട്ടല്. പിന്നെ അവരെയും കൂട്ടി കളിക്കുമായിരുന്നു ഷട്ടിൽ. എനിക്ക് ഗെയിമിംഗ് ഒന്നും നടക്കൂല. ചെക്കൻ ചെറിയ ചെക്കനുണ്ട്, അവനെല്ലാം ഫോൺ എടുത്തിട്ട് പിടിച്ചേറ്റും അല്ലേ? ഓനുകൾ എനക്കൊന്ന് ഇവനിവിടെ വന്നിട്ട് ഇനി ഫുള്ള് ഗെയിം കളിപ്പിക്കും എല്ലാവരും. ഷട്ടിൽ ഞാനിപ്പോൾ ഷട്ടിൽ പഠിപ്പിച്ച് കൊടുത്ത് ഇനി എല്ലാവരും ഇവൻ ഗെയിമിലേക്ക് ഗെയിം പഠിപ്പിക്കും അല്ലേ? എന്താ പറടാ? ഡിസ്റ്റർബ് ചെയ്യണ്ട. ചായ കുടിക്കുന്ന ഡിസ്റ്റർബ് ചെയ്യണ്ട. ചായ കുടിച്ച് കഴിഞ്ഞിട്ട് എന്താ പറ? ഓക്കെ, നമുക്ക് മുകളിൽ പോവാം. വീട്ടിൻ്റെ എന്തോ ഉണ്ട് അവിടെ, അതെടുക്കാനാന്ന് തോന്നുന്നു പോകുന്നത് അല്ലേ?
നല്ല വെള്ളമുണ്ട്, നോക്കി മാത്രം ചെയ്യാം. നമ്മളെ തറവാട് വീടിൻ്റെ മുകളിൽ കാണും ഇവിടെ നോക്കിയാൽ. പക്ഷേ നല്ല ലൈറ്റിങ്ങാണ്, നല്ല ലൈറ്റിങ് വെച്ചാൽ ഈ എതിർദിശയിൽ നിന്ന് നല്ല ലൈറ്റ് ഇരുന്നുകൊണ്ട് തന്നെ ക്യാമറയിൽ കാണാൻ നല്ല ലൈറ്റിങ് ഉണ്ടാവും അല്ലേ. അപ്പം ഇന്നത്തെ പരിപാടി വെച്ചാൽ എനിക്ക് വർക്ക് കൊടുക്കുന്നത് 10:30. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും ഡെയിലി വ്ളോഗ് എടുക്കുന്നതുകൊണ്ട് ഞാനിങ്ങനെ ധ്യാൻ വന്നിട്ടുണ്ട്, അപ്പോൾ ധ്യാൻ്റെ അടുത്ത് വന്നിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇതിൻ്റെ മുകളിൽ നിന്നുള്ളൊരു വ്യൂ എന്ന് പറഞ്ഞാൽ നമ്മളെ തറവാട് വീട് അവിടെ ഇങ്ങനെ തറവാട് വീടല്ലേ ഇത്? ആ, ഇതാണ് തറവാട് വീട്. ഇങ്ങോട്ട് അത്യാവശ്യം നല്ല അടിപൊളി വ്യൂ ആണ് ഇങ്ങനെ നോക്കുമ്പോൾ. നമുക്ക് ഇവിടുന്ന് മാങ്ങ പറിക്കാൻ പറ്റില്ല അല്ലേ? ഓ, മാങ്ങ ഇങ്ങോട്ടല്ല, ഇവിടുന്ന് ഇങ്ങനെ പറിക്കാൻ പറ്റൂല. ഇങ്ങനെ കൈ കൊണ്ട് പറിക്കാൻ പറ്റില്ലല്ലോ. എങ്ങനാ? ഇല്ല, എത്തൂല. താഴേക്ക് പോവും, താഴേക്ക് എത്തും, മുകളിലേക്ക് എത്തൂല. ഫുള്ള് വെള്ളം ഇവിടെ. മഴ പെയ്ത ഇന്നലെ നല്ല മഴയല്ലേ പെയ്തേ? നിങ്ങൾ രാത്രി ഇടിയുണ്ടാവും മഴ പെയ്തിനി? ഇവന് ട്യൂഷൻ തുടങ്ങി, ഇവൻ ട്യൂഷന് പോകാണ്ട് അമ്മേൻ്റെ വീട്ടിലേക്ക് വന്നു. മഴ പിടിച്ചിട്ടുണ്ടല്ലേ നല്ല വൃത്തി. കാർമേഘം കണ്ട, നല്ല വൃത്തി കാർമേഘം ഇരുണ്ട് മൂടിയിട്ടുണ്ട്. കണ്ണനും കൂടെ വന്നിന്. കണ്ണൻ എന്തെങ്കിലും കണ്ണൻ വ്ളോഗിലൊന്നും നിൽക്കൂല. കണ്ണൻ എന്തായാലും വ്ളോഗിൽ നിൽക്കൂല. ഇതൊന്നും ചെടിയെന്ന് പറയാൻ പറ്റുമോ എനിക്ക്? ഇതൊന്നും ചെടിയെന്ന് പറയാൻ പറ്റുമോ? ഈ പൂത്ത് നിൽക്കുന്ന ഇത് എന്നാ പേര്? ഒന്നും എനക്കും അറിയില്ല, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. സോ നമ്മളെ നാട്ടിൽ ഒരു മീൻ വിൽക്കുന്നൊരു കാഴ്ച അല്ലേ? നിൻ്റെ നാട്ടിൽ എങ്ങനെയുണ്ടാ? അവിടെ മീൻ വിൽക്കുന്നതെല്ലാം കാഴ്ച എങ്ങനെ? മെയിൻ റോഡിൽ നിന്നൊന്നും കാണാൻ പറ്റില്ലല്ലോ. അതാണ് ഈ കാഴ്ച എപ്പോഴും എവിടെയും കിട്ടില്ല. ഒരു വെറൈറ്റി സംഭവമാണിത്. അങ്ങനെയല്ല നമ്മളെ നാട്ടിലേ ഇല്ലു എന്നല്ല നമ്മൾ പറഞ്ഞു വരുന്നത്, പക്ഷെ അധിക നാട്ടിലില്ല. നമ്മൊരു ഗ്രാമീണ പ്രദേശത്തായതുകൊണ്ട് തന്നെ ഇവിടെയല്ലേ സുഖം? അവിടെ വെക്കുന്നത് എവിടെയാ സുഖം? അതാണ് ഇവിടെ കാണാനും കുറേ സ്ഥലമുണ്ട്. അതുപോലെ തന്നെ ഒരു നല്ലൊരു ഏത് ഇല്ല കുറേ വയൽ ഞാൻ കാണിച്ചു കൊടുത്തിന്. കാണാൻ കുറേ സ്ഥലമുണ്ട്. പിന്നെ വെച്ചാൽ മഴയൊക്കെ പെയ്ത നല്ല ഗ്രാമീണ ഭംഗി ഉള്ള ഒരേ സ്ഥലമല്ല, കുറേ സ്ഥലം ഉണ്ടാവും. അതിലൊരു സ്ഥലമാണിത്. ഒരിപ്പം എന്തായാലും ഒരു 11:30 വരെ 12 മണി കഴിയും. അവർക്ക് എന്തായാലും ഇനി മറ്റേ ട്രെയിൻ അതായത് കാസർഗോഡ് വരെ ഇറങ്ങുന്നത്. അപ്പം അവർ കാസർഗോഡല്ലേ ഇറങ്ങുന്നത്? അവർ കാസർഗോഡാണ് ഇറങ്ങുന്നത്. അപ്പോൾ അവർക്ക് എന്തായാലും പിന്നെ കോയമ്പത്തൂരിന് വരാൻ പറ്റില്ല, കാരണം കോയമ്പത്തൂർ ഇപ്പം എന്തായാലും പോകാൻ സാധ്യതയുണ്ട്. സോ നമ്മളങ്ങനെ തറവാട്ടിലെത്തി. തറവാട്ടിൽ നിന്നുള്ള വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. ഞാനിങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം തറവാട്ടിലെല്ലാം വരുന്നതുകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ നോക്കുന്നത്. അന്ന് തുറക്കണ്ട, അതിലെല്ലാം പാമ്പുണ്ടാവും ചിലപ്പം. ഈ ജനലെല്ലാം ഇടയ്ക്കിടയ്ക്ക് തുറന്നിടലുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉള്ളിലെന്ന് വെച്ചാൽ പഴയ വിറകും കാര്യങ്ങളാണ്. അത് പഴയ തറവാടാണല്ലോ. അപ്പം പഴയ തറവാടാണല്ലോ. അപ്പം ഇതിൻ്റെ ഉള്ളിൽ ഫുള്ള് വിറകും കാര്യങ്ങളാണ്. പാമ്പുണ്ടാവും ചിലപ്പം, പറയാൻ പറ്റൂല. കാരണം കുറേ നാളുകൊണ്ട് അടച്ചിട്ടൊരു സംഭവമാണ്. എടാ മാങ്ങ കൊണ്ടടാ. എന്താ കടിച്ചതാ? മോശമാണെന്ന് തോന്നുന്നു. കടിച്ചിനി? എനിക്ക് ഈ മാവിൻ്റെ മുകളിലൊന്നും കിട്ടില്ല. ഇതൊരു കിട്ടിയിട്ടാ? ഈ മാവിൻ്റെ മുകളിൽ എന്ന് വെച്ചാൽ നല്ല നാരില്ലാത്ത വാങ്ങി. പിന്നെ ഭയങ്കര ടേസ്റ്റുമാണ്. ഭയങ്കര ടേസ്റ്റ് വെച്ചാൽ നല്ല ടേസ്റ്റാണ്. ഈ ഭാഗത്ത്
ഇത് ഗോമാങ്ങയാന്ന് തോന്നുന്നു. അതിൻ്റെ ഒന്ന് രണ്ടെണ്ണം ഉണ്ട്, പക്ഷെ ഭയങ്കര ടേസ്റ്റാണ് ഈ മാങ്ങ. കുറേ കൊല്ലായി, ഞാൻ ജനിക്കുന്നതിന് മുമ്പേ ഉണ്ട് ഈ മാങ്ങ ഇവിടെ. നാരില്ല. നിനക്ക് കപ്പ വാങ്ങിയാൽ നാരില്ലാത്തോണ്ടാ നീ തിന്നാത്തെ? ഓ, അതുകൊണ്ടാ. ഇത് ഭയങ്കര ടേസ്റ്റാണ് ഈ മാവിൻ്റെ മാങ്ങ. ഇത് കൈമ ഉണ്ടെങ്കിൽ കാണിച്ചു തരായിരുന്നു. ഈ മാവിൽ നിന്ന് കിട്ടുന്ന മാങ്ങ എന്ന് വെച്ചാൽ ഭയങ്കര ടേസ്റ്റാണ്. എനിക്ക് തോന്നുന്നു കുഞ്ഞിമംഗലം മാങ്ങയല്ല ഇത്. ആ, ഭയങ്കര ടേസ്റ്റാണ്. ഇതെല്ലാം കഴിക്കേണ്ട ഒരു സംഭവം മാങ്ങ അല്ലേ? നീ കഴിച്ചിട്ടില്ല ഇതുവരെ? കൊതുണ്ട് നല്ല വൃത്തിയിൽ. ഇപ്പം മഴ പെയ്തുകൊണ്ട് തന്നെ നല്ല രീതിക്ക് കൊതുണ്ട്. തറവാട് വീട്ടിൽ മഴ പെയ്യുമ്പോൾ ഒന്ന് കാണാൻ തന്നെ, അതായത് ഈ ഒരു തറമ്മ ഇരുന്നിട്ട് ഈ സൈഡിലേക്കെല്ലാം നോക്കുമ്പം ഒരു വ്യൂ വേറെ തന്നെയാണ്. നല്ല രസമാണ് ഇവിടെ തറവാട് വീട്ടിലിൻ്റെ മഴ ആസ്വദിക്കാൻ. കിണറത് കണ്ടോ? പഴയ കിണർ. അത് ഏകദേശം ഇപ്പം കടലും മൂടി. എന്നുവെച്ചാൽ ഇവിടെ അങ്ങനെ ആരും കിണറിന് വെള്ളം എടുക്കാറില്ല എന്നാണ് എൻ്റെ ഒരു ഇത്. കൊലയൊക്കെ പിടിച്ച് വരുന്നുണ്ട്. അപ്പം ഇതെന്ന് വെച്ചാൽ ഒരു പണ്ട് കാലത്ത് ഉണ്ടാക്കിയൊരു ഏണിയാണ്. ഏണിയെന്ന് വെച്ചാൽ ഇത്ര വരെ നിങ്ങൾക്ക് ചവിട്ടിക്കയറാൻ പറ്റും. ഇവിടുന്ന് കയറണമെങ്കിൽ ഇവിടുന്ന് തുള്ളണം, ഓക്കെ? അല്ലെങ്കിൽ ഇങ്ങനെ താഴെത്തും. അതുപോലെ ഇറങ്ങുമ്പോൾ ഇവിടുന്ന് ഇങ്ങനെ ഇറങ്ങാം, ഇവിടുന്ന് തുള്ളാം. കാരണം ഇത്രയും ഭാഗം അതിൻ്റെ പോയിട്ടുള്ളത്. കിണറും കാര്യങ്ങളിലും നിറഞ്ഞ് വരുന്നു. അതായത് വലിയ മഴ കിട്ടിയില്ല നമുക്ക് ഇങ്ങോട്ട്. എൻ്റെ അമ്മയും അമ്മയുടെ ഏട്ടനും, അതായത് ഏച്ചിമാരും അനിയന്മാരും എല്ലാവരും പണ്ട് ഇവിടെയായിരുന്നു നിന്നത്. അതാണ് ഒരു തറവാട് എന്ന് വെച്ചാൽ. പണ്ടത്തെ ഒരു വീട്, എത്രയോ വർഷങ്ങളായിട്ടുള്ള പണ്ടത്തെ ഒരു വീട്. അപ്പം എല്ലാവരും ഇവിടെയായിരുന്നു കഴിഞ്ഞിരുന്നത്. എല്ലാവരും വീടും ഇതായിരുന്നു. ഇപ്പം എല്ലാവർക്കും സെപ്പറേറ്റ് വീടായി, സെപ്പറേറ്റ് കാര്യങ്ങളായി. അപ്പം എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ എല്ലാവരും ഇവിടെയായിരുന്നു ജീവിച്ചിരുന്നത്. എല്ലാവരും ഈ ഒരു കാണുന്ന ഒരു വലിയ തറവാടെന്ന് പറയാം അല്ലേ, ഒരു വലിയൊരു തറവാട്. അപ്പോൾ ഇവിടെയായിരുന്നു അവർ ജീവിച്ചിരുന്നത് എല്ലാവരും. അമ്മയുടെ ഏട്ടനും ഇവൻ്റെ അമ്മമ്മയും ഇവൻ്റെ എല്ലാവരും ഇവിടെയായിരുന്നു ജീവിച്ചിരുന്നത്. അപ്പം അതുകൊണ്ടാണ് ഇതൊരു കൂട്ടുകുടുംബം പോലെ കഴിഞ്ഞിരുന്ന ഒരു സ്ഥലമായിരുന്നു നമ്മളെ തറവാട്. എല്ലാവരും പല പല കാര്യങ്ങൾക്കും തിരക്കിലായി അവർ വീടെടുത്ത് സ്വന്തം. അപ്പം തറവാട് ലാസ്റ്റ് ആരുമില്ലാത്ത അവസ്ഥയായി. അങ്ങനെയായി. അന്നേരം ഇവിടെ പശുത്തൊഴുത്ത്, കൃഷി എല്ലാം ഉണ്ടായിരുന്നു. കാരണം അച്ഛനിലോണ്ട് തന്നെ, അച്ഛൻ നെയ്ത്ത് മാസ്റ്ററായിരുന്നു. അപ്പം അച്ഛനിലോണ്ട് തന്നെ ഭയങ്കരമായിട്ട് ഇവിടെ നെയ്ത്തുശാല അതിൻ്റെ ബാക്കിലുണ്ടായിരുന്നു. പക്ഷെ അതിപ്പോൾ നിങ്ങൾക്ക് കണ്ട ഒരു നെയ്ത്തുശാലയായിട്ട് തോന്നില്ല. കാരണം അതിൻ്റെ ഉപകരണങ്ങളോ അതിൻ്റെ പൊടി പോലും അവിടെ ഇല്ല. അങ്ങനെയുള്ളൊരു തറവാടായിരുന്നു. അപ്പം ഇവിടെ ഇല്ലാത്ത കൃഷിയോ കാര്യങ്ങളോ ഉണ്ടായിരുന്നില്ല. അപ്പം പണ്ട് കാലത്ത് ഇവിടെ കുറേ ആൾക്കാർ പണിയെടുക്കാനും ഈ പരിസരത്തെ പ്രദേശങ്ങളിൽ തന്നെ കുറേ ആൾക്കാർ പണിയെടുക്കാനും കാര്യങ്ങളായിട്ട് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ അറിഞ്ഞതും കേട്ടതും. കാരണം ഞാൻ ആ സമയത്ത് ചെറുതായിരുന്നു എന്നാണ് എൻ്റെ ഒരു തോന്നൽ. പഴയ തറവാട്ടിൻ്റെ ഗേറ്റായിരുന്നു ഇത്. നമുക്ക് എൻ്റെ അമ്മയുടെ അച്ഛനും കൃഷി ഉണ്ടായിരുന്നു നല്ലോണം. പിന്നെ കുറേ രീതിയിലുള്ള എന്താ പറയുക, വയൽ കാര്യങ്ങൾ എല്ലാം ഉണ്ടായിരുന്നു. കൃഷി, പിന്നെ നെയ്ത്ത്, തുണി. അച്ഛനെന്ന് വെച്ചാൽ നെയ്ത്തും കച്ചവടമായിരുന്നു അന്നത്തെ പണ്ട് കാലത്തൊരിത്. അപ്പം എന്ന് വെച്ചാൽ അച്ഛൻ അത്യാവശ്യം ഈ നാട്ടിൽ ഫേമസ് ആണ്. അത്യാവശ്യം ഈ നാട്ടിൽ അറിയപ്പെടുന്ന ഒരാളായിരുന്നു. അപ്പം അതെ, അച്ഛൻ്റെ പേരെന്ന് പറഞ്ഞാൽ ചാത്തു എന്നാണ്, ചാത്തു മാസ്റ്റർ എന്നാണ് എല്ലാവരും ഈ നാട്ടിൽ വിളിക്കുക. കാരണം കൃഷിയും നെയ്ത്തും കച്ചവടവും എല്ലാം ഉണ്ടായിരുന്നു അച്ഛന്. അപ്പം കുറേ ആൾക്ക് അങ്ങനെ ഇവിടെ നാട്ടിൽ ജോലിയും കൊടുത്തിരുന്നു. എത്രയോ വർഷങ്ങളായി ഈ വീട് കെട്ടിയിട്ട്. പുഴിയെന്ന് വെച്ചാൽ ചിലപ്പം മണ്ണിനെ കൊണ്ടാക്കിയ ഒരു വീടായിരിക്കും ഇത്. അത് സിമെൻ്റാന്ന് തോന്നുന്നു. ഏകദേശം പല എന്താ പറയുക, ഏകദേശം പല ഇതും പൊട്ടി. അതായത് ആരും ഉപയോഗിക്കാത്ത ഒരു വീടാണ് ഇപ്പം. അതിൻ്റെ മുകളിലായിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നല്. കാരണം ഞാൻ ജനിക്കുന്നതിന് മുമ്പേ ഈ വീടുണ്ട്.
ഞാൻ ജനിക്കുന്നതിന് മുമ്പ് ഉണ്ടെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇവിടെ ഫുള്ള് പശുക്കളും കൃഷിയും പിന്നെ നെയ്ത്ത്, തുണി, അങ്ങനെ എല്ലാ കാര്യങ്ങളായിരുന്നു ഇവിടെ. ധ്യാനമൊന്നുമില്ല. ധ്യാനെല്ലാം ഈ വീട് കെട്ടിക്കഴിഞ്ഞിട്ട് എത്രയോ കൊല്ലം കഴിഞ്ഞ് ആണ് ഞാനും ധ്യാനമൊക്കെ ജനിക്കുന്നത്. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. പിന്നെന്ന് വെച്ചാൽ ഇവിടെ ഒരു വലിയൊരു ചക്കമരം ഉണ്ടായിരുന്നു ഇവിടെ. അതിൻ്റെ ഒരു അവശിഷ്ടമാണ് ഈ കാണുന്നത് പ്ലാവ്. ഏറ്റവും അതെന്ന് വെച്ചാൽ നല്ല ഹൈറ്റിലെ പ്ലാവായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ഇവിടെ എന്ന് പറഞ്ഞാൽ പല ചെടികളും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. നിലത്തിൻ്റെ അവസ്ഥ അങ്ങനെയായി. കാരണം എന്ന് വെച്ചാൽ ഇതായിരുന്നു നമ്മളെ തറവാട്ടിലേക്ക് വരുന്ന ഒരു സ്ഥലം. പെയിൻ്റ് അടിച്ചിട്ടില്ല. അതിനി എനിക്ക് തോന്നുന്നു ഇത് പണ്ടത്തെ പെയിൻ്റ് ആയിരിക്കും. തോന്നുന്നു. എനിക്കൊന്നും പണ്ട് ചിലപ്പോൾ വേറെ കളറായിരിക്കും, അവർ കളറ് മാറ്റിയിട്ടുണ്ടാവും ചിലപ്പോൾ. ഈ കാലത്തൊന്നും തറവാട്ടിന് പെയിൻ്റ് അടിച്ചിട്ടില്ല. അതായത് ഞാൻ ജനിച്ച പിന്നെ ഈ ഒരു കളറിൽ തന്നെയാണ് തറവാട് കാണുന്നത്. ഇവിടുന്നാണ് എൻ്റെ അധികം വ്ളോഗ് എടുക്കലെന്ന് വെച്ചാൽ, കാരണം എന്ന് വെച്ചാൽ ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ ഒരു സമാധാനമാണ്. അതുകൊണ്ടാണ് ഞാനിവിടെ വ്ളോഗ് എടുക്കുന്നത്, ധ്യാനപ്രയോഗിക്കുന്നത്. ഇവിടുന്ന് തന്നെയാണ് ഞാൻ എൻ്റെ വ്ളോഗിങ് സ്റ്റാർട്ട് ചെയ്തത്, എല്ലാം സ്റ്റാർട്ട് ചെയ്തത് ഇവിടുന്ന് തന്നെയാണ്. കാരണം എനിക്ക് ഇവിടെ ഇരിക്കുമ്പോൾ ഭയങ്കര സമാധാനവും ഭയങ്കര ഒരു ഇതാണ്. കാരണം എൻ്റെ വീട്ടിലിരിക്കുന്നതിനെക്കാട്ടും ഞാൻ ഇവിടെയാണ് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുക. അപ്പം രാവിലെകളിൽ, അതായത് ഓടാൻ പോകുന്ന സമയത്തൊക്കെ. ഓക്കെ, ഞാനിങ്ങനെ മാഹിയിൽ ഇങ്ങനത്തെ ഒരു വീടില്ല, അതായത് ഇങ്ങനത്തെ ഒരു വീട് മാഹിയിലൊന്നും കണ്ടിട്ടല്ല നീ? അതായത് അങ്ങോട്ടെത്തുമ്പോൾ തറവാടിൻ്റെ രൂപവും ഇതെല്ലാം മാറും. ഇവരെ തന്നെ ഭാഷയും വ്യത്യാസമുണ്ട്. അതായത് മാഹിക്കാരുടെ ഭാഷയും നമ്മുടെ ഇങ്ങോട്ട് കണ്ണൂർ, കാസർഗോഡ് ബോർഡറിൽ വരുന്നവരുടെ ഭാഷയും നല്ല വ്യത്യാസമുണ്ട്. ഇവര് എന്തേനു എന്നെല്ലാം പറയല്ലേ. നമ്മൾ എന്നാണ് ചോദിക്കല്. ഇപ്പം ഇവർ എന്ന് വെച്ചാൽ എന്തേനു ഒരു ന്യൂ എല്ലാത്തിനും ഇവർക്ക് കൂടുതലാണ്. അത് ഇവരെ ഭാഷയുടെ മാറ്റാണ്. നിങ്ങളവിടെ സംസാരിക്കുന്ന ഫ്രണ്ട്സ് എല്ലാം സംസാരിക്കുന്ന ഭാഷ തന്നെ. ഹോസ്പിറ്റലിൽ അന്നേരം ഒരു 20 കൊല്ലം മാറ്റം എന്തൊരു കൽക്കണം വാങ്ങിക്കാൻ പറഞ്ഞു. ആരോട്? അമ്മമ്മേൻ്റെ കൂടി പറഞ്ഞ. അമ്മമ്മ വന്നിട്ട് വാങ്ങിച്ച് ഒന്നെടുത്തിട്ട് ബാക്കി അമ്മമ്മ വേറൊരു ജാറിലാക്കി വെച്ച് കുപ്പിയിൽ. അതിപ്പോ ഉണ്ട്, കാണിച്ചത്. എനിക്കിപ്പോ കാണിച്ചു തന്നെ. അങ്ങനെല്ലാം ഉണ്ട്. കൽക്കണ്ട അതിൻ്റെ അകത്തുണ്ട്. ഇപ്പൊ അലിഞ്ഞിട്ട് വെള്ളമായിട്ട് അതിൻ്റെ അകത്ത് അതേപോലെ ഉണ്ട്. അതും ഞാനറിയില്ല കേട്ടോ. എന്നാല് എൻ്റെ കൂടി ഇപ്പൊ അടുത്ത് വന്നേരം പറഞ്ഞു. അപ്പൊ അത് ഇത് അലിഞ്ഞു പോല അലിഞ്ഞ് നോർമലായിട്ട് ഇങ്ങനെ വെച്ചിരുന്നു. അപ്പൊ അതിന്റെ 2006 അങ്ങനെ പറവേണ്ട ജസ്റ്റ് ഒരു കാര്യങ്ങൾ ഞാൻ പറഞ്ഞ. അപ്പം നമുക്ക് നേരെ നോക്കുക. ഇന്നത്തെ വ്ളോഗ് ഏകദേശം കഴിഞ്ഞു. വലിയ രീതിക്കൊന്നും എല്ലാ ലെങ്ത്തൊന്നും ഇല്ല. കാരണം എന്ന് വെച്ചാൽ ഞാൻ ചെറിയ വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ച് ധ്യാനം കൂട്ടി ചെറിയൊരു വ്ളോഗ് എടുക്കാം. ബാക്കി രണ്ടാളും കൂടെ ഇനി വരാനുണ്ട്. അവരെയും ഞാൻ കാണിച്ചു തരാം, എല്ലാവരെയും ഞാൻ കാണിച്ചു തരാം. അപ്പം അവരും ഉണ്ടാവും ചിലപ്പം ബീച്ചിലേക്ക്. അല്ലെങ്കിൽ ഞാനും മാത്രം സ്കൂട്ടി എടുത്തിട്ട് അല്ലേ. ഓക്കെ, അപ്പം അടുത്ത വീഡിയോ ആയിട്ട് നാളെ.